കുഞ്ഞാലിപ്പാറയിൽ പോയാലോ? അതെ, കൊടകരയിൽ അധികം അങ്ങനെ പരിചയമില്ലാത്തൊരു സ്ഥലമാണെന്നു കുഞ്ഞാലിപ്പാറ. അപ്പോൾ ഒരു ദിവസം സൺഡേ ഞാനും കുട്ടികളൊക്കെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചേട്ടൻ പറഞ്ഞു, നമുക്കെന്നാൽ പുറത്തേക്ക് പോവാം. എവിടേക്കാണ് പോവാം? നോക്കാം, എവിടേക്കെങ്കിലുമൊക്കെ എത്തുമല്ലോ എന്ന് വെച്ചു. അങ്ങനെ പറഞ്ഞെത്തിയ ഒരു സ്ഥലമാണ് കുഞ്ഞാലിപ്പാറ. അപ്പോൾ ഞാൻ മാത്രമല്ല, അശ്വതി ചേച്ചിയും കുട്ടികളും എല്ലാവരുമായിട്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ പോകുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കുഞ്ഞാലിപ്പാറ. നമ്മൾ വിചാരിക്കും ഈ കാണുന്ന കുറച്ച് പാറകളേ ഉള്ളൂ എന്ന്, കാരണം കയറി വരുമ്പോൾ തന്നെ കുറച്ച് പോർഷൻ മാത്രമേ നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റുള്ളൂ. പക്ഷെ അതല്ല, നീണ്ടു പരന്ന് അങ്ങനെ കിടക്കുക. നമുക്കത് കാണാൻ ഇങ്ങനെ ഫോണിൽ കണ്ടാലൊന്നും അതിൻ്റെ ഭംഗി മുഴുവനായിട്ട് മനസ്സിലാവില്ല, കാണാനും പറ്റില്ല. എന്നാലും പറ്റാന്നത്ര ഞാനിങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അതായത് ഞാനിപ്പോൾ ചൂണ്ടിക്കാണിച്ചില്ലേ, നേരെ കാണുന്നത് നമ്മുടെ കനകമലയാണേ. കനകമലയും ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ കനകമല പള്ളി, ആ മുകളിലുള്ള പള്ളി നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമേ. പക്ഷെ നേരെ അങ്ങനെ വഴിയൊന്നുമില്ല, അതിനുള്ള വഴി വേറെയാണെന്ന് തോന്നുന്നു. കനകമല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതാണ് പാറ. അറ്റം മുതൽ കണ്ടോ, ആശയ ചേച്ചിയുടെ അപ്പുറത്ത് നിൽക്കണ അറ്റം മുതൽ പിന്നെയും ദൂരെ കയറി നമുക്ക് പാറയുടെ മുകളിലറ്റം വരെ എത്താം. നല്ല വ്യൂ ആണ്. ഒരുവിധം കൊടകര ഭാഗം മൊത്തം നമുക്ക് കാണാം. അതുപോലെ ചുറ്റും ഇങ്ങനെ മലയും പിന്നെ ബാക്കി പ്ലേസസ് നമുക്കിങ്ങനെ നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. പക്ഷെ ഞങ്ങൾ മാത്രമല്ല ഇവിടെ ഉള്ളത്, കുറച്ച് നാട്ടുകാർ ഇവിടെ ഉണ്ട് ഓൾറെഡി. പിന്നെ ഒരുപാട് പേര് ഈ ഉച്ച സമയമായതുകൊണ്ട് സ്നാക്സായിട്ട് വന്നിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നല്ല വെയിലിൻ്റെ സമയമാണ്, പക്ഷെ എന്നാലും നല്ല മഴക്കാറും ഒക്കെ ഉള്ളൊരു സമയമാണ്. ചെറിയ ചാറ്റൽ മഴയുണ്ട്. അപ്പം ഇങ്ങനെ പാറയിൽ കിടന്നു കഴിഞ്ഞാൽ നല്ല ചാറ്റൽ മഴയും കൊള്ളാം. വലിയ വെയിലില്ലാത്ത കാരണം സുഖമായിരുന്നു. അധികം വെയിലുണ്ടെങ്കിൽ നമുക്കത്ര എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നട്ടുച്ച വെയിലത്തിരിക്കാൻ വലിയ സുഖം ഉണ്ടാവില്ലല്ലോ. എനിക്ക് പെട്ടെന്ന് തലവേനൊക്കെ വരും അങ്ങനെ ഉച്ച വെയിലത്തിരുന്ന് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഈ നല്ല ക്ലൈമറ്റിൽ നമ്മൾ എത്തി. ചേച്ചി വന്ന് കയറി വരുന്നുള്ളൂ. ആൾ നല്ല വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് സൂക്ഷിക്കണം. കാരണം ഉണ്ടല്ലോ, നല്ല പുറത്തും ചെറിയതായിട്ട് ഇത്തിരി താഴ്ചയുണ്ട്. അപ്പം ഒന്ന് സൂക്ഷിച്ച് കാരണം കണ്ടോ, പല ഭാഗവും കാട് കയറി. അപ്പോൾ അത്ര അങ്ങനെ മഴയുടെ ആയതുകൊണ്ടായിരിക്കും പല ഭാഗത്തും കാട് കാണില്ല. വേനൽക്കാലത്ത് ചിലപ്പോൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമായിരിക്കും. കണ്ടോ, ഇനിയുണ്ട് ഇതുപോലത്തെ വലിയൊരു പൊക്കം കൂടി നമ്മൾ കയറണം. നല്ല മഴ ഒരുപാടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നീണ്ടു കിടക്കുക. നല്ല രസമാണ് കാണാൻ. ഇങ്ങനെ പാറയൊക്കെ കണ്ട് രസമായിരിക്കും. കണ്ടോ, നല്ല ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. കണ്ടോ ചേച്ചി, ആരുമില്ല, വീഡിയോ ആണ്. നമുക്കിനി അതിൻ്റെ മുകളിലേക്ക് പോകണം. നല്ല മഴയുണ്ട്. കണ്ടോ, മൊത്തം മഴയാണ്. അക്കു ലവ്. അതോ സഞ്ജയ്, സോന, സന സഞ്ജയ്. അയ്യോ, നമ്മളിപ്പോ എന്തൊരു മോള. നല്ല മഴയും നല്ല മഴ. പണ്ട് കുഞ്ഞാലിന്ന് പേരുള്ളൊരു മോഷ്ടാവുന്നോ അങ്ങനെ ഒരു ആള് എന്ന് പറയാം. അങ്ങനെയുള്ള ആൾ ഇവിടെ താമസിച്ചിരുന്നു എന്ന്, പിന്നെ അതിന് കുഞ്ഞാലിപ്പാറ എന്ന് പേര് എന്ന് വന്നു എന്ന് ഞാൻ ജസ്റ്റ് വായിച്ചിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഇതിന് പേര് വന്നത് ഞാൻ അറിഞ്ഞു. ഓക്കെ, അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞു. അപ്പോൾ പലരും വലിയ മഴയായപ്പോൾ ഇവിടെ പല ഇങ്ങനത്തെ കണ്ടോ, ഇതുപോലത്തെ പാറകളുടെ അടിയിലൊക്കെ ഇരിക്കുന്നുണ്ടോ. അത് മഴ പെയ്തുകൊണ്ട് ഇതുപോലൊക്കെ ഒരുപാട് പേര് പല പാറയുടെ അടിയിലും പോയി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞാലിപ്പാറ നല്ല ഹാർട്ട് ഷേപ്പിലുള്ള, അതേ ഹാർട്ട് ഷേപ്പിൽ തന്നെ അവർ വരച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇനി അധികം നാളിങ്ങനെ കുഞ്ഞാലിപ്പാറ കാടൊന്നും പിടിച്ച് കിടക്കില്ല. കാരണം മറ്റത്തൂർ പഞ്ചായത്തും പിന്നെ ഗവൺമെൻറ് എല്ലാം ചേർന്ന് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കാനുള്ള എല്ലാ പദ്ധതിയുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ചിലപ്പോൾ ഫീസൊക്കെ കൊടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലൊക്കെ കയറാട്ടോ. കാരണം അത്ര നല്ല ഭംഗിയുള്ളൊരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയായിരുന്നു അത്. അപ്പോൾ കുഞ്ഞും ഞാനും ചേട്ടനെല്ലാവരും ഇങ്ങനെ ആകാശമൊക്കെ കണ്ട് മഴയൊക്കെ കൊണ്ട് കുറേ നേരം ഇങ്ങനെ കിടന്നു. പിന്നെ ഇനി അടുത്ത് തന്നെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് ഈ കാടിൻ്റെ ഉള്ളിൽ എവിടെയോ എന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ ആ വെള്ളച്ചാട്ടം കാണാനായിട്ട് പോകാൻ പ്ലാൻ കഴിഞ്ഞു. അപ്പോൾ അതിന് തിരിച്ചിറങ്ങണം. കാരണം ഒരുപാട് നേരം വൈകി കഴിഞ്ഞാൽ ആ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റില്ല. മഴയുണ്ട് തന്നെ വെള്ളച്ചാട്ടം ഉണ്ടെന്നുള്ള പൂർണ്ണ ഉറപ്പ് ഞങ്ങൾക്കുണ്ട് കേട്ടോ.
അപ്പോൾ ദാ ഇന്നത്തെ ഞങ്ങളുടെ ട്രിപ്പ് കഴിഞ്ഞു. ഇനി അടുത്തതാണ് നമ്മൾ ആ പറഞ്ഞ വെള്ളച്ചാട്ടത്തിലേക്കാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം, പിന്നെ വരാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം.